ചില ആളുകളൊക്കെ ഹജ്ജിന് പോകുമ്പോ ഹാജിയെ ഏൽപ്പിക്കും, ദാ എന്റെ സലാമെന്ന് റസൂലുള്ളാഹിനോട് പറയണട്ടോ. അടുത്ത ആള് അബൂബക്കർക്ക എന്റെ സലാമെന്ന് പറയണട്ടോ. ആമിനക്കുട്ടി എന്റെ സലാമെന്ന് പറയണട്ടോ. എന്നിട്ട് ഹജ്ജിന് പോയാൽ ഇവരെല്ലാരും കൂടി സലാം ചാക്കിലാക്കിയിട്ട് റസൂലുള്ളാഹിന്റെ ഖബറിനെ കൊണ്ട് അങ്ങ് ചെരിയല. എന്താ ഇതിന്റെ ആവശ്യം? നമ്മൾ ഓരോ അത്തഹിയ്യാത്തിനും സലാം പറയുന്നു, അതാരെങ്കിലും കൊണ്ടേ കൊടുക്കാൻ പോകലുണ്ടോ? ഓരോ മഹലിൽ നിന്നും ചൊല്ലണ സലാമ് ഒരാൾ ഏറ്റെടുത്തിട്ട് നാട്ടുകാരൊക്കെ പാടെ വിസിറ്റിംഗ് വിസ എടുത്തിട്ട് പട്ടിക്കാട്ടുകാരെ സലാം കൊണ്ടേ കൊടുക്കാൻ കുഞ്ഞാമോട്ടിന്ന് മക്കത്തേക്ക് മദീനത്തേക്ക് പറക്കുകയാണ്. യാത്രയപ്പ് ഉണ്ടോ? അതിന്റെ ആവശ്യമില്ല എന്ന് എല്ലാവർക്കും അറിയാം. എല്ലാ ദിവസവും നമ്മൾ ചെന്ന സലാമ് റസൂലുള്ളാഹിക്ക് മലക്കുകൾ എത്തിക്കുന്നു, സഹിയായ ഹദീസിലുണ്ട്. ആരും കൊണ്ടേ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അതിന് ആളുകളെ തെറ്റിദ്ധാരണയാണ്. റസൂലുള്ളാഹിന്റെ ഖബറിനെ ചെല്ലുമ്പോ സലാം പറഞ്ഞാൽ മാത്രമേ റസൂല് കേൾക്കുള്ളൂ, ഇവിടുന്നൊന്നും പറയുന്നങ്ങ് എത്തുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഹജ്ജിന് പോണോ ഏൽപ്പിക്കാൻ അബൂബക്കറിന്റെ സലാമും കുഞ്ഞാമിനാന്റെ സലാമും ഒക്കെ അവിടെ കൊടുക്കും. അങ്ങനെ തീർപ്പാടില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നത് ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ്. സുഹൃത്തുക്കളെ, ഇതൊക്കെ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഗൈബിലുള്ള ഉറച്ച വിശ്വാസം നമുക്ക് വേണം. പ്രമാണങ്ങളിൽ വന്നത് ചോദ്യം ചെയ്യാതെ അനുസരിക്കാനുള്ള ഉറച്ച ഈമാൻ നമുക്കുണ്ടായിരിക്കണം. ഇപ്പൊ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ച മുഅ്ജിസത്തുകൾ ഭൗതികന്മാരായ പല ആളുകൾക്കും അത് ദഹിക്കുന്നില്ല. അത്തരത്തിലുള്ള ഭൗതികന്മാരെ ആകർഷിക്കാൻ വേണ്ടി ഖുർആനിന് പരിഭാഷ എഴുതിയ ചില മലയാളി ഖുർആൻ പരിഭാഷക്കാര് മുഅ്ജിസത്തുകളെ ഭൗതികാർത്ഥത്തിൽ വ്യാഖ്യാനിച്ചു. മൂസാ നബി വടികൊണ്ടടിച്ച് ചെങ്കടൽ പിളർന്നു, രണ്ട് ഭാഗമായി മാറി നിന്നു, വരണ്ടൊരു വടി രൂപപ്പെട്ടു. അതിലൂടെ മൂസ നബി ബനൂ ഇസ്രായേലിനെയും കുട്ടി അക്കരെ കടന്നു. പിന്നിൽ വന്ന ഫറോവയും കൂട്ടരും ആ വഴിയിലൂടെ ഇറങ്ങി നടന്നു. നടുക്കെത്തിയപ്പോൾ വെള്ളം കൂടി, അവർ മുങ്ങിച്ചത്തു. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന ചരിത്രം. പക്ഷേ CN അഹമ്മദ് പോലെ ഖുർആൻ പരിഭാഷ എഴുതിയപ്പോ കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി, മതത്തെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, മതത്തിലേക്ക് കൂടുതൽ പേര് ആകർഷിക്കാൻ വേണ്ടി മൂപ്പരതിന് ഭൗതിക വ്യാഖ്യാനം കൊടുത്തു. എന്തായിരുന്നു വ്യാഖ്യാനം? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വേലിയേറ്റവും വേലിയിറക്കത്തെ കുറിച്ചൊക്കെ നല്ല അറിവുള്ള ആളായിരുന്നു. അങ്ങനെ വേലിയിറങ്ങിയ സമയം നോക്കിയിട്ട് മൂപ്പരെ വടികൊണ്ട് ഇങ്ങനെ കുത്തി ആഴം നോക്കി 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 അങ്ങനെ അങ്ങ് അക്കരെ കടന്നു. അങ്ങനെ എന്തെല്ലാം മൂപ്പര് വ്യാഖ്യാനിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടി വരുന്നത്? ആളുകൾക്ക് ഒപ്പിക്കണം, ആളുകൾ ഇതിൽ അവിശ്വസിക്കുമോ എന്ന പേടി. അങ്ങനെയൊന്നും ആളുകളെ വിശ്വസിപ്പിക്കാൻ കഴിയൂല. ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ഒരുത്തനും നമുക്ക് വിശ്വസിപ്പിക്കാൻ കഴിയില്ല. ഓരോന്നോരോന്ന് പറഞ്ഞിട്ട് ഓനോട് തർക്കിക്കാൻ കഴിയൂല. യുക്തിവാദികളും നിരീശ്വരവാദികളൊക്കെ വന്നിട്ട് ഇസ്ലാമിൽ ഓരോ കാര്യത്തെക്കുറിച്ച് തർക്കിക്കാൻ വരും. അവനോട് പറയും, നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും തർക്കിക്കണ്ട, നിങ്ങൾ ഞങ്ങളെ തലാഖോ ബഹുഭാര്യത്തോ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വത്തോ ഹരിവക്കൽ അതൊന്നും നിങ്ങൾ ചർച്ച ചെയ്യണ്ട. അള്ളാഹു ഉണ്ടോ ഇല്ലേ, പരലോകം ഉണ്ടോ ഇല്ല, അവിടുന്ന് തുടങ്ങണം അവനോട് ചർച്ച എന്നതുപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ വിശ്വസിപ്പിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പറ്റൂല. ഇസ്ലാമിന്റെ അടിസ്ഥാനം ഗൈബിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസമുള്ളവൻ ഇതൊന്നും വിശ്വസിക്കാൻ യാതൊരു പ്രയാസവുമില്ല. അദ്ദേഹം ജിന്നുകളെ നിഷേധിച്ചു. CN മൗലവി അദ്ദേഹം പറഞ്ഞ ജിന്ന് ഇൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ തന്നെ രണ്ട് വിഭാഗമാണ്. ജിന്ന് എന്ന് പറഞ്ഞാൽ കാടൻ, അപരിഷ്കൃതൻ, ആദിവാസികളൊക്കെ. ഇൻസ് എന്ന് പറഞ്ഞാൽ നാടൻ, പരിഷ്കൃതൻ, നല്ല തുണിയും കുപ്പായക്കെട്ട് മനുഷ്യന്മാരുടെ ഇടയിലൂടെ നടക്കുന്ന പരിഷ്കൃതൻ. അങ്ങനെ ജിന്ന്, കാടൻ, ഇൻസ്, നാടൻ. അങ്ങനെ കാടനും നാടനുമാണ്, അല്ലാതെ ജിന്ന് എന്ന വേറെ വർഗമില്ല എന്ന് അദ്ദേഹം എഴുതി വെച്ചു. എത്ര ഹദീസുകളെ അയാൾക്ക് നിഷേധിക്കേണ്ടി വന്നു, എത്ര ആയത്തുകളെ അയാൾക്ക് ദുർവ്യാഖ്യാനിക്കേണ്ടി വന്നു. അതിന്റെ ചില സാമ്പിളുകളൊക്കെ ഇപ്പൊ നമ്മളെ മറുപടികളിലുണ്ട്. അത് ബാക്ടീരിയ ആണ്, അത് വൈറസ് ആണ്. ബാക്ടീരിയയും വൈറസും ഒക്കെയാണ് ഇപ്പൊ ഹദീസുകൾക്ക് അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ബാക്ടീരിയനെ കണ്ടുപിടിച്ചിരിക്കണോ, വൈറസിനെ കണ്ടുപിടിച്ചിരിക്കണോ? നൂറ്റാണ്ടുകൾ, റസൂലുള്ള വഫാത്തായി നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് കണ്ടുപിടിച്ച സാധന. അപ്പൊ അത്രയും കാലം ഈ ഹദീസിനൊക്കെ എന്തായിരുന്നു അർത്ഥം? അന്നത്തെ സഹാബികൾക്കും താബികൾക്കും ഈ ഹദീസ് തിരിഞ്ഞിട്ടില്ലേ? നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ ചോദിക്കാണ് ഏഷ്യയിലെ മുഹദ്ദിസ് എന്താ ചോദിക്കണത്? അല്ലെങ്കിൽ പിന്നെ ബാക്ടീരിയക്ക് അറബിയിൽ എന്താ പറയാ? മുഹമ്മദ് നബി ബാക്ടീരിയനെ പറ്റി എന്താ പറഞ്ഞത്? മുഹമ്മദ് നബി ബാക്ടീരിയ പഠിപ്പിക്കാൻ വന്ന ആളാ? മുഹമ്മദ് നബി വൈറസിനെ പറ്റി പഠിപ്പിക്കാൻ വന്ന ആളാ? അല്ലല്ലോ. ആ രീതിയിൽ ഒരു തരം ജിന്ന് നിഷേധം. രാവിലെ എണീറ്റാൽ 3 പ്രാവശ്യം നിങ്ങൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. പിശാച് അവന്റെ നാസാരന്ധ്രങ്ങളിൽ മൂക്കിൽ വസിക്കുന്നുണ്ടാകും. അത് മൺതരിയാണ് ഉദ്ദേശം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുതി വൽ ഖബായിസി, ആൺ പിശാചുക്കളിൽ നിന്നും പെൺ പിശാചുക്കളിൽ നിന്നും
ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു എന്ന് ബാത്റൂമിൽ കിടക്കുമ്പോ പറയണം. അവിടെ ആൺകൊതുവും പെൺകൊതുവുമാണ് ഉദ്ദേശം. കണ്ടോ എന്തെല്ലാം വ്യാഖ്യാനങ്ങള്! ഈ രീതിയിലുള്ള ആളുകളെ തൃപ്തിപ്പെടുത്താവുന്ന തരത്തിൽ ഗൈബിയായ കാര്യങ്ങളെ തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന സമ്പ്രദായം, അത് വാസ്തവത്തിൽ ഗൈബിലുള്ള വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്കറിയില്ലേ, ഇസ്രാ മിഅ്റാജ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് 1 മാസത്തെ വഴി ദൂരമുള്ള ഖുദ്സിൽ പോയി തിരിച്ചിങ്ങോട്ട് വന്നു. പോയി വരാൻ 2 മാസം വേണം അന്നത്തെ യാത്രാ സൗകര്യം അനുസരിച്ച്. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഒരു രാത്രിയിൽ പോയി. അവിടെ നിന്ന് 7-ാം ആകാശത്തേക്ക് പോയി. ഇങ്ങനെ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയത് ഇസ്രാ എന്നും അവിടെ നിന്ന് മേലോട്ട് പോയത് മിഅ്റാജ് എന്നുമാണ് അറിയപ്പെടുന്നത്. ഇസ്രാ സുല്ലമി അംഗീകരിക്കുന്നു, പക്ഷെ മിഅ്റാജ് സ്വപ്നമാണെന്നാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബുഖാരി പരിഭാഷയിൽ എഴുതി വച്ചിരിക്കുന്നു മിഅ്റാജ് സ്വപ്നമായിരുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മിഅ്റാജ് സ്വപ്നമാണത്രേ. സ്വപ്നമാണെങ്കിൽ അതിലെന്ത് അത്ഭുതമാണുള്ളത്? ആരെല്ലാം എന്തെല്ലാം സ്വപ്നം കാണാറുണ്ട്? നമ്മളൊക്കെ ദുബായി പോയി വന്നതും കുവൈത്ത് പോയി വന്നതും മക്കത്ത് പോയി വന്നതൊക്കെ സ്വപ്നം കാണാറുണ്ട്, പലതും കാണാറുണ്ട്. അതിൽ വല്ല അത്ഭുതവുമുണ്ടോ? വാസ്തവത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശരീരത്തോടും റൂഹോടും കൂടി സംഭവിച്ച കാര്യമായിരുന്നു അത്. അള്ളാഹുവിന്റെ റസൂൽ മക്കയിൽ കടന്നിറങ്ങുമ്പോ ജിബ്രീൽ ഇറങ്ങി വരുന്നു, തന്റെ പൊരയുടെ മേൽക്കൂര പിളർന്നുകൊണ്ട്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ ഹൃദയം കീറുന്നു. ഹൃദയം കീറിയിട്ട് ഒരു പാത്രത്തിൽ തത്വജ്ഞാനവും വിശ്വാസവുമായി വന്ന് കീറിയ ഹൃദയം സംസം കൊണ്ട് കഴുകി ആ പാത്രത്തിലുള്ളത് അതിലേക്ക് നിറക്കുന്നു, ഹൃദയം മൂടി വെക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹിന്റെ കയ്യും പിടിച്ച് മേലോട്ട് ഉയരുന്നു. ബുറാഖ് എന്ന് പറയുന്ന ഒരു വാഹനം, അതിനെ സംബന്ധിച്ച് പറയുന്നത് ദാബത്തുൻ ഫൗഖൽ ഹിമാർ, കഴുതയേക്കാൾ അല്പം വലുത്. വദൂലൽ ബഗൽ, കോബർ കഴുതയേക്കാൾ അല്പം ചെറുത്. അതിന്റെ സ്പീഡ് എന്താണ്? കണ്ണെത്തുന്ന ദൂരത്ത് കാലെത്തുന്ന. കണ്ണോട് ഇങ്ങനെ നോക്കി എത്ര പെട്ടെന്ന് ദൂരത്തെത്തും, അപ്പോഴേക്ക് അവിടെ എത്തിയിട്ടുണ്ടാവും. അവിടുന്ന് അങ്ങോട്ട് അപ്പോഴേക്ക് എത്തിയിട്ടുണ്ടാവും. നമുക്ക് പരിചയമുള്ളത് ഇപ്പോ സൂപ്പർ സോണിക് വിമാനമൊക്കെയാണ്. അത് ഓടിക്കാൻ പാടില്ല എന്നാ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ്, പ്രകാശത്തേക്കാൾ വേഗതയാണെന്നാ. നമ്മൾ സാധാരണ സഞ്ചരിക്കുന്ന വിമാനങ്ങൾ 1000-1500 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നു. പക്ഷെ നമ്മൾ അറിയുന്നില്ല, കാരണം നമുക്കൊരു കവറിംഗ് ഉണ്ട്. റസൂലുള്ളാഹിക്ക് ഒരു കവറിംഗും ഇല്ലാതെ എത്ര സ്പീഡ് പോയത്. കണ്ണെത്തുന്നിടത്ത് കാലെത്തുകയാണ്. ഇന്നത്തെ ആധുനിക ശാസ്ത്രം അനുസരിച്ച് ഒരാൾ അത്ര സ്പീഡിൽ അന്തരീക്ഷത്തിൽ പോയാൽ അയാൾ കത്തി ചാമ്പലായി പോകുന്ന പറയുന്നത്. പക്ഷെ റസൂൽ കത്തിയില്ല, ചാമ്പലായില്ല. റസൂലിനെയും ജിബ്രീലിനെയും കൊണ്ട് ആ ബുറാഖ് പറന്നു. നമ്മളാളുകൾ ബുറാഖിന് ഒരു രൂപം പഠിച്ചിട്ടുണ്ട്. ബുറാഖ് കലണ്ടർ കണ്ടിട്ടുണ്ടാവും നിങ്ങള് അല്ലെ? ഒരു പമ്പറന്നോളെ കണ്ണും മോറും, നല്ല ഒരു ഒട്ടകത്തിന്റെ മേനിയഴകുള്ള ശരീരം, പിന്നെ 2 ചിറകും. ഇതാണ് നമ്മളെ ആളുകളെ ബുറാഖ്. എന്നിട്ട് അതിന്റെ കലണ്ടർ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടാവും. അതൊന്നുമില്ല, അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് അപ്പുറത്ത് ഓരോരുത്തർ ഭാവനയും എഴുതിണ്ടാക്കുന്നതാ. ആ ബുറാഖിൽ പോയി അവിടെ മസ്ജിദുൽ അഖ്സയിലെത്തി. അമ്പിയാക്കള് അവരുടെ മൃഗങ്ങളെ ബന്ധിക്കുന്നിടത്ത് ബന്ധിച്ചു. റസൂൽ അവരെ കയറി തഹിയ്യത്ത് നമസ്കരിച്ചു. ഇതെല്ലാം ഹദീസിലുള്ളതാ. അവിടെ നിന്ന് നബിക്ക് ഒരു പാത്രത്തിൽ പാലും ഒരു പാത്രത്തിൽ കള്ളും, മറ്റൊരു വിഭാഗത്തിൽ ഒന്നിൽ തേനും ഒന്നിൽ കള്ളും കാണിച്ചു കൊടുത്തു. രണ്ടും ഒരുപോലെ. നബി പാല് തെരഞ്ഞെടുത്തു. അസബത്തൽ ഫിത്രത്ത, ഏത് വേണമെങ്കിലും എടുത്തോ എന്ന് പറഞ്ഞിട്ട് റസൂൽ തെരഞ്ഞെടുത്തത് പാലായതുകൊണ്ട് താങ്കൾ പ്രകൃതി മതത്തെയാണ് തെരഞ്ഞെടുത്തത്. കണ്ടോ? എന്നിട്ട് അവിടെ നിന്ന് മിഅ്റാജ് എന്ന കോണീനർത്ഥം കയറിപ്പോകുന്ന സാധനം എന്നാ. ധാരാളം പടികളുള്ള സാധനം കൊണ്ടുവന്നു. അതിലൂടെയാണ് ആകാശത്തേക്ക് കയറിപ്പോയത്. പല ആളുകളും വിചാരിച്ചുള്ള ബുറാഖ് തന്നെ മേലക്കും പോയതെന്നാ. അല്ല, അങ്ങനെ ഓരോ ആകാശവും താണ്ടി കടന്നുപോയി. ഇതെല്ലാം വളരെ വ്യക്തമായി തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഓരോ ആകാശത്ത് വെച്ചും ഓരോ പ്രവാചകന്മാരെ കണ്ടുമുട്ടുകയുണ്ടായി. ആദ്യത്തെ ആകാശത്തിൽ ആദം നബിയെ കണ്ടു. പിന്നീടുള്ള ആകാശത്തിൽ ഈസ നബിയെയും യഹ്യ നബിയെയും കണ്ടു. 3-ാം ആകാശത്തിൽ യൂസുഫ് നബിയെ കണ്ടു. 4-ാം ആകാശത്തിൽ ഇദ്രീസ് നബിയെ കണ്ടു. 5-ാം ആകാശത്തിൽ ഹാറൂൻ നബിയെ. 6-ാം ആകാശത്തിൽ മൂസ നബിയെ. 7-ാം ആകാശത്തിൽ ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്ന ആകാശ ലോകത്തെ ഖിബലയിലേക്ക് ചാരിയിരിക്കുന്ന ഇബ്രാഹിം നബിയെ കണ്ടു. ബൈത്തുൽ മഅമൂറിനെ പറ്റി പറയുന്നത് അതിലേക്ക് 1000കണക്കിനുള്ള മലക്കുകൾ പ്രവേശിച്ചു. 70,000 മലക്കുകൾ ഓരോ ദിവസവും പ്രവേശിക്കുന്നു, അവിടെ നമസ്കരിക്കുന്നു. അങ്ങനെയുള്ള ബൈത്തുൽ മഅമൂറിലേക്ക് ചാരിറ്റ് ഇബ്രാഹിം നബി ഇരിക്കുന്നു. അതും കടന്നിട്ട് 7 ആകാശവും അപ്പുറം കടന്ന് അള്ളാഹു അവന്റെ കണക്കാക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന അവന്റെ എഴുത്തുയന്ത്രത്തിന്റെ കരകര ശബ്ദം കേൾക്കുന്ന ഇടം വരെ അള്ളാഹുവിന്റെ റസൂലെത്തി. സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന സ്വർഗത്തിനടുത്തുള്ള വൃക്ഷത്തിനടുത്തെത്തി.
അവിടെ വെച്ച് ജിബ്രീലിനെ അദ്ദേഹത്തിന്റെ സാക്ഷാൽ രൂപത്തിൽ കണ്ടു. ഇതെല്ലാം ഹദീസ് ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ വെറും സ്വപ്നമായിരുന്നു എന്നാണ് പറയുന്നത്. സ്വപ്നമല്ല ഇത്. എന്നിട്ട് എന്താ ന്യായം? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിരിക്കുന്നത് സ്വപ്നമാണെന്ന്. മുആവിയ റളിയല്ലാഹു അൻഹുക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്, ഹുദൈഫ റളിയല്ലാഹു അങ്ങനെ അഭിപ്രായമുണ്ട്. സഹാബികൾ ആരൊക്കെ ഇത് സ്വപ്നമാണെന്ന് അഭിപ്രായപ്പെട്ടു എന്ന റിപ്പോർട്ടുണ്ടോ ആ റിപ്പോർട്ടുകൾ മുഴുവൻ ദുർബലമാണ്. ഒരൊറ്റൊന്നും സഹിയായ സനദിൽ വന്നതല്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടില്ല, പറഞ്ഞുവെന്ന് തെളിഞ്ഞിട്ടില്ല. മുആവിയ റളിയല്ലാഹു അൻഹുക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടായതായി തെളിഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മുഹദ്ദിസായിരുന്ന ഷെയ്ഖ് അഹമ്മദ് ഷാക്കിർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അത് വ്യക്തമായി തെളിയിച്ചിട്ടുണ്ട്, സനദ് സഹിതം എടുത്തു കൊടുത്തിട്ട്. അപ്പൊ സഹാബികൾക്ക് ആർക്കും അങ്ങനെ അഭിപ്രായമില്ല ഇസ്രാഉം മിഅ്റാജും സ്വപ്നമായിരുന്നു എന്ന്. മാത്രമല്ല ഈ മിഅ്റാജിനെ സംബന്ധിച്ചൊക്കെ ഖുറൈശികളെ പരീക്ഷിക്കുകയുണ്ടായിട്ടുണ്ട്. ആരൊക്കെ ഗൈബിയായ കാര്യങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന പരീക്ഷണമായിരുന്നു അത്. വമാ ജഅൽന റുയല്ലത്തി അറൈനാക ഇല്ലാ ഫിത്നതൻ ലിന്നാസ്, നാം നിനക്ക് കാണിച്ചു തന്ന ആ കാഴ്ചകൾ ഓരോന്നും ജനങ്ങൾക്കൊരു പരീക്ഷണമായിട്ടല്ലാതെ നാം ആക്കിയിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഖുറൈശികൾ അദ്ദേഹത്തെ കളിയാക്കിയിരുന്നു. മിഅ്റാജിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അവർ അദ്ദേഹത്തെ പിന്നാലെ കൂടി. അബൂബക്കർ സിദ്ദീഖ് പുറത്തു പോയതായിരുന്നു, മക്കൾക്ക് പുറത്ത്. അദ്ദേഹം തിരിച്ചു വരുന്നതും കാത്തുനിന്നു. വന്നപാടെ ചോദിച്ചു, കേട്ടോ നിന്റെ കൂട്ടുകാരൻ ഇപ്പൊ ഒരു കൗതുക വാർത്തയുമായിട്ടാ വന്നിട്ടുള്ളത്. അതെന്താ? അദ്ദേഹം മസ്ജിദുൽ അഖ്സയിൽ പോയത്രേ ഒരു രാത്രി കൊണ്ട്. എന്നിട്ട് അവിടുന്ന് ആകാശലോകത്തെ കേടാകാശങ്ങളും കടന്നു പോയത്രേ. ഇത് കേട്ടപാട് അദ്ദേഹം ചോദിച്ചു, അവ കാല ദാലിക്, അദ്ദേഹം അങ്ങനെ പറഞ്ഞുവോ? ഖാലു നാം, അതെ. എന്നാൽ ലഖദ് സദഖ, അദ്ദേഹം പറഞ്ഞ സത്യമാണ്. കണ്ടോ? അപ്പൊ അദ്ദേഹത്തെ അബൂബക്കർ സിദ്ദീഖിനെ എങ്ങനെയെങ്കിലും ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് സത്യമാണ്. മാത്രമല്ല ഇന്നി ഉസദ്ദിഖുഹു ബിഅബഅദ മിൻ ദാലിക്, അതിനേക്കാൾ വിദൂരമായ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്നുണ്ട്. ഉസദ്ദിഖുഹു ബിഖബരിസ് സമാ, ആകാശലോകത്ത് നിന്ന് അദ്ദേഹത്തിന് അദൃശ്യമാർഗത്തിലൂടെ വഹയി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലപ്പുറമാണോ ഇത്? അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന് പേര് കിട്ടിയത്. അപ്പൊ സുഹൃത്തുക്കളെ, വാസ്തവത്തിൽ മുസ്ലിമീങ്ങൾ ആരൊക്കെ ഗൈബിയായ കാര്യങ്ങളിൽ വിശ്വസിക്കുകയില്ല എന്നൊരു പരീക്ഷണമായിരുന്നു മിഅ്റാജ് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. മിഅ്റാജിനെ സംബന്ധിച്ച് ഖുർആനിൽ കൂടുതൽ വിശദീകരണങ്ങളില്ല, കൂടുതൽ വിശദീകരണം ഹദീസിലാണുള്ളത്. പക്ഷേ സൂറത്തുൻ നജ്മിൽ അതിന്റെ സൂചനകളുണ്ട്. ആ ആയത്താണ് ഞാൻ നിങ്ങളെ ഓതിക്കേൽപ്പിച്ചത്. ഇതുപോലെ ഒട്ടനവധി സംഭവങ്ങൾ ഇവർ നിഷേധിക്കുന്ന. ഇപ്പൊ ചന്ദ്രൻ പിളർന്ന സംഭവം, അന്ത്യസമയം അടുത്തു, ചന്ദ്രൻ പിളർന്നു. ഇത് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഖമറിൽ ആദ്യ ആയത്തുകളിൽ പഠിപ്പിക്കുന്നതാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് ചന്ദ്രൻ പിളർന്നിട്ടുണ്ട്. ഇന്ന അഹ്ല മക്കത സഅലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുരിയഹും ആയതൻ ഫഅറാഹുൽ ഖമറ ശിഖൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദൃഷ്ടാന്തം കാണിച്ചു തരാൻ വേണ്ടി മക്കക്കാർ ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ചന്ദ്രൻ പിളർന്നത് കാണിച്ചു കൊടുത്തു. എന്നിട്ടോ ഹത്താറൗ ഹിറാ ബൈനഹുമാ, ചന്ദ്രൻ രണ്ട് പിളർപ്പായി ഇങ്ങനെ വീഴുന്നത് അവർ കണ്ടു. ആ വിടവിലൂടെ അവർ ഹിറാമല നോക്കി കണ്ടു എന്ന് ഹദീസിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. പക്ഷെ അതിനെയും നമ്മുടെ സുല്ലമി നിഷേധിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു അത് പരലോകത്ത് അന്ത്യനാൾ അടുക്കുന്ന സമയത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. എനിക്ക് വിശദമായി പറയാൻ സമയമില്ല. വാസ്തവത്തിൽ അന്ത്യസമയത്തോടടുത്ത കാര്യമാണെങ്കിൽ എന്തൊരു ദൃഷ്ടാന്തം കണ്ടാലും അവർ പിന്തിരിഞ്ഞു കളയുകയും ഇതൊരു ജാലവിദ്യയാണ്, സ്ഥിരമായി നിൽക്കുന്ന ജാലവിദ്യയാണെന്ന് പറയാതിരിക്കുകയും ചെയ്യാതിരുന്നിട്ടില്ല എന്ന് ഖുർആൻ അവരെ പറ്റി പറയുന്നുണ്ട്. അന്ത്യസമയത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരു കാര്യത്തെയും ആരും കളവാക്കുകയില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇതാ വഖഅത്തുൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ, ആ സംഭവങ്ങൾ സംഭവിച്ചാൽ ഒരാളും അതിനെ കളവാക്കുകയില്ല. അപ്പൊ അന്ത്യസമയത്ത് സംഭവിക്കുന്ന കാര്യമല്ലാതെ റസൂലുള്ളാഹിന്റെ കാലത്ത് സംഭവിച്ചതാണ്. എന്നിട്ട് റസൂൽ സഹാബികൾക്ക് മക്ക മുശ്രിക്കുകൾക്കും കാണിച്ചു കൊടുത്തതാണ്. പക്ഷെ അതിനെ നിഷേധിക്കുകയാണ്. അതിന് ദുർബല ന്യായങ്ങൾ പറഞ്ഞിട്ട് അന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജനിച്ചിട്ടില്ല. അദ്ദേഹമാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അനസ് റളിയല്ലാഹു അൻഹു അന്ന് 5 വയസ്സേ ഉള്ളൂ എന്നൊക്കെ ഇദ്ദേഹം ഇബ്നു ഹജറിന്റെ പേരിൽ തട്ടിവിടുന്നുണ്ട്. വാസ്തവത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹു കണ്ടവരെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ അതല്ലാത്ത 5ഓളം സഹാബികളിൽ നിന്ന് ഈ റിവായത്ത് വന്നത് അതേ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു. അത് സുല്ലമി പൂഴ്ത്തി വെച്ചു.
മാത്രമല്ല സഹാബികൾ പരസ്പരം റിപ്പോർട്ട് ചെയ്യാറുണ്ട്. നബിയിൽ നിന്ന് കേട്ട വിവരങ്ങൾ ആ സഹാബിയുടെ പേര് പറയാതെ നബിയിലേക്ക് ചേർത്തി പറയാറുണ്ട്. മുർസലു സഹാബ എന്നാണ് അതിന് പറയുക. ആ ഗണത്തിൽപ്പെട്ടതാണ് അനസിന്റെയും ഇബ്നു അബ്ബാസിന്റെയും റിവായത്തെന്ന് ഇബ്നു ഹജർ അസ്കലാനി പറയുന്നു. പക്ഷേ അനസ് റളിയല്ലാഹു അൻഹും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും ഇല്ലാത്തതെന്തോ പറഞ്ഞതുപോലെ ഇബ്നു ഹജർ പോലും ഇതിനെ നിഷേധിക്കുന്നത് പോലെയാണ് സുല്ലമി എഴുതി വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ തരത്തിൽ ഗൈബിൽ വിശ്വസിക്കാൻ സാധിക്കാത്ത ചില ആളുകൾ, ജനങ്ങൾക്കൊപ്പിച്ച് ഗൈബിയായ വിശ്വാസങ്ങളെ മാറ്റിമറിക്കുന്ന ചില ആളുകൾ ഇന്നും നമ്മുടെ കൂട്ടത്തിലുമുണ്ട്, നമ്മുടെ കൂടെ ജീവിച്ചവരിലും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. ഇനി സുഹൃത്തുക്കളെ, ഈ വിഷയത്തിന്റെ മറ്റൊരു വശത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അതായത് ഗൈബിലുള്ള വിശ്വാസം യഥാർത്ഥത്തിൽ രൂഢമൂലമായ ഒരാൾക്ക് മാത്രമേ ശരിയായ തഖ്വയോടുകൂടി ജീവിക്കാൻ സാധിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ അള്ളാഹു കാണുന്നു, അവൻ അറിയുന്നു, അവന്റെ ദൃഷ്ടിയിൽ നിന്നും ഓടിമറയാൻ എനിക്ക് സാധ്യമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ ശരിയായ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. വഹുവ മഅക്കും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളോടൊപ്പമുണ്ട്. ഈ വിശ്വാസം രൂഢമൂലമായെങ്കിൽ മാത്രമേ നമുക്ക് ഇഖ്ലാസ് ഉണ്ടാവുകയുള്ളൂ. ഇന്ന് പലർക്കും ദീനീ പ്രവർത്തന രംഗത്ത് പോലും വേണ്ടത്ര നിസ്വാർത്ഥരാവാൻ കഴിയുന്നില്ല. കാപട്യം കടന്നു വരുന്നു, റിയാവ്, മറ്റുള്ളവരെ കാണിക്കണമെന്ന ഉദ്ദേശം, ലോകമാന്യം, കപടനാട്യം കടന്നു വരുന്നു. എന്താണ് കാരണം? അള്ളാഹു കാണുന്നു, അവൻ അറിയുന്നു എന്ന വിശ്വാസത്തിൽ അവർക്ക് പലപ്പോഴും വേണ്ടതുപോലെ ഉറച്ച വിശ്വാസമില്ലാതെ പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ശിർക്കു സറായിർ എന്ന് റസൂൽ പറഞ്ഞിട്ടുള്ള ശിർക്കുൽ ഖഫിയ്യ്, രഹസ്യമായ ശിർക്ക്, ഗോപ്യമായ ശിർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സഹാബികൾ മസീഹ് ദജ്ജാലിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നബി അവരിലേക്ക് കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിനൽ മസീഹ് ദജ്ജാൽ അശ്ശിർക്കുൽ ഖഫി. മസീഹ് ദജ്ജാലിനെക്കാളേറെ എന്റെ അടുക്കൽ നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്, അതാണ് രഹസ്യമായ ശിർക്ക്. അയ്യഖൂല റജുൽ ഫയുസല്ലി അയ്യഖൂമ റജുൽ ഫയുസല്ലി ഫയുസയ്യിനു സ്വലാത്തഹു ലിമാ യറാ മിൻ നളരി റജുലിൻ. ഒരാൾ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നു, പക്ഷെ മറ്റുള്ളവർ കാണുന്നത് കൊണ്ട് നമസ്കാരത്തെ കുറച്ച് നന്നാക്കുന്നു, സുജൂദ് നീട്ടി, റുക്കൂ നീട്ടി, തഖ്വയുള്ളവനായി അഭിനയിക്കുന്നു. ഇതൊരു തരം ശിർക്കാണ്, രഹസ്യമായ ശിർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉറുമ്പ് ഒരു കറുത്ത പാറപ്പുറത്ത് രാത്രിയുടെ സമയത്ത് ഉറുമ്പ് അരിച്ചു വരുന്നത് പോലെ രഹസ്യമായിട്ടായിരിക്കും ഈ ശിർക്ക് നിങ്ങളിലേക്ക് കടന്നു വരിക. അപ്പോൾ സഹാബികൾ ചോദിച്ചു, വകൈഫ നത്തഖി യാ റസൂലല്ലാഹ്, ഇങ്ങനെയുള്ള ഒരു കാര്യത്തെ ഞങ്ങൾക്ക് എങ്ങനെ സൂക്ഷിക്കാൻ സാധിക്കും? ഫഖൂലു അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അൻ നുശ്രിക ബിക ശൈഅൻ നഅലമു വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലമു. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് വല്ലതും ഞങ്ങൾ നിന്നിൽ പങ്കുചേർക്കുന്നതിൽ നിന്നും ഞങ്ങൾ ഇതാ നിന്നോട് രക്ഷ തേടുന്നു. അറിയാതെ വല്ല ശിർക്കും സംഭവിച്ചു പോകുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ നിന്നോട് പൊറുക്കലിനെ തേടുന്നു എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ലോകമാന്യവും കപടനാട്യവും ഒക്കെ ഏറെ പ്രചാരത്തിലുള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. മതരംഗത്തെ പ്രവർത്തനം പോലും പേരിനും പ്രശസ്തിക്കും വേണ്ടിയുള്ളതായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ്. നാം ഭയപ്പെടേണ്ടതുണ്ട്. നോമ്പെടുത്ത് ഈ ക്ലാസ്സിൽ വന്നിട്ടുള്ള നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈ ഇഖ്ലാസിനെ കുറിച്ച് ആലോചിക്കണം. എനിക്ക് ആത്മാർത്ഥതയുണ്ടോ? ആളുകൾ കാണാൻ വേണ്ടിയാണോ ഞാൻ ചെയ്യുന്നത്? അല്ല, അള്ളാഹു കാണുന്നു, അവൻ രഹസ്യമായി എന്റെ മനോഗതം അറിയുന്നു, എന്റെ ഉദ്ദേശ ശുദ്ധി അവൻ അറിയാം എന്ന വിചാരത്തിലാണോ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്? നാം ആലോചിക്കണം. ഗൈബിലുള്ള യഥാർത്ഥ വിശ്വാസമുള്ളവർക്ക് മാത്രമേ ഒരു മുഖ്ലിസാകാൻ, ആത്മാർത്ഥതയുള്ളവനാകാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അമൽ ചെയ്യുക, അതാണ് റിയാ, ലോകമാന്യം. അതുപോലെ സുംഅത്ത്, കീർത്തിക്ക് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടിനെയും ചേർത്തിക്കൊണ്ട് പറയുണ്ടായി, മൻ സമ്മഅ സമ്മഅ അല്ലാഹു ബിഹി വമൻ യുറാ യുറാ ഇല്ലാഹു ബിഹി. ആരെങ്കിലും കീർത്തി ഉദ്ദേശിച്ച് ഒരു പ്രവർത്തനം ചെയ്താൽ അള്ളാഹു അവനെ അപകീർത്തിപ്പെടുത്തും. വമൻ യുറാഇ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ആരെങ്കിലും കർമ്മം ചെയ്താലോ, യുറാ ഇല്ലാഹു ബിഹി, അവൻ ഇഷ്ടപ്പെടാത്തത്, അവൻ ആഗ്രഹിക്കാത്ത വിധം അള്ളാഹു അവന് കാണിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ ആരും ആ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകരുത്. നാം ഉറച്ചു വിശ്വസിക്കണം, അള്ളാഹു എനിക്ക് പ്രതിഫലം തരിക തന്നെ ചെയ്യും. കിട്ടുമെന്ന് പറഞ്ഞ കാര്യം കട്ടായമാണ്, ഉറപ്പാണ്. അതല്ലെങ്കിൽ നമ്മൾ റിയാ കടന്നു വരും. അള്ളാഹുവിനെ കുറിച്ചുള്ള അവൻ എന്നെ കാണുന്നു, അവൻ അറിയുന്നു എന്ന വിശ്വാസം നമുക്കുണ്ടാകണം. അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി,
അള്ളാഹുവിനെ മറഞ്ഞ നിലക്ക് നാം ഭയപ്പെടുന്നവരാകുന്നു സത്യവിശ്വാസികൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് സൂറത്ത് ഇൻസാനിൽ കണ്ടില്ലേ, ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്റാ. ഞങ്ങൾ നിങ്ങൾക്ക് ഈ ഭക്ഷണം തരുന്നത് നിങ്ങളിൽ നിന്നൊരു നന്ദി വാക്കോ നിങ്ങളിൽ എന്തെങ്കിലും പ്രത്യുപകാരമോ പ്രതീക്ഷിച്ചുകൊണ്ടല്ല, പിന്നെയോ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. മുഖങ്ങളൊക്കെ ചുളിഞ്ഞു പോകുന്ന ഒരു ദിവസത്തെ ഞങ്ങൾ ഭയപ്പെടുകയാണ്. അപ്പൊ പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് ഓരോ കർമ്മവും ചെയ്യണം. ഭൗതികമായ കാര്യലാഭങ്ങൾ അതിന്റെ പിന്നിൽ പ്രതീക്ഷിക്കാതിരിക്കണം. അതാണ് ഇഖ്ലാസ്. ഏതൊരമലും സ്വീകരിക്കപ്പെടാൻ ഒന്നാമത്തെ ശർത്ത് ഇഖ്ലാസ് ആണ്. മുഅ്മിനായ ഒരു മനുഷ്യന്റെ ഏത് അമലും ഇഖ്ലാസ് ഉണ്ടെങ്കിൽ മാത്രമേ സ്വീകരിക്കുള്ളൂ. നമുക്ക് ഇഖ്ലാസ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥ വിശ്വാസം, ഗൈബിയായ നിലക്കുള്ള വിശ്വാസം നമുക്കില്ല എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഈമാനിനെ സംബന്ധിച്ച്, നമ്മുടെ ഇഖ്ലാസിനെ സംബന്ധിച്ച് നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സുഹൃത്തുക്കളെ, അല്പസമയം കൂടിയേ ഉള്ളൂ. നമ്മൾ ഈ വിഷയത്തിന്റെ മറ്റൊരു വശത്തേക്ക് കൂടി നമ്മുടെ ശ്രദ്ധ തിരിയേണ്ടതുണ്ട്. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഒട്ടനവധി അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധമുണ്ട്. അതെന്താണ്? അള്ളാഹു അല്ലാത്തവർക്കും ഗൈബ് അറിയും എന്ന ആളുകൾ വിശ്വസിക്കുന്നു. തങ്ങന്മാരെടുത്തും സിദ്ധന്മാരെടുത്തും ആൾദൈവങ്ങളെടുത്തും ജ്യോത്സ്യന്മാരെടുത്തും ഗണിതക്കാരെടുത്തും ലക്ഷണം നോക്കുന്നവരെടുത്തും തങ്ങളെടുത്തും ബീവിന്റെ അടുത്തും കൂടോത്രക്കാരെടുത്തും ഇസ്മിന്റെ പണിക്കാരെടുത്തും ഒക്കെ പോകുന്നവർ, ഇവർക്കൊക്കെ ഗൈബ് അറിയാം, ഇവർക്കൊക്കെ മറഞ്ഞ കാര്യങ്ങൾ അറിയാം, അഭൗതികമായ മാർഗത്തിലൂടെ നമ്മളെ സഹായിക്കാൻ അവർക്കൊക്കെ കഴിയും എന്ന വിശ്വാസമാണ് അവർക്കുള്ളത്. പരിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി പറഞ്ഞു, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ആകാശഭൂമികളിലുള്ള ഒരാൾക്കും ഗൈബ് അറിയുകയില്ല. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ. അല്ലാഹുവാണ് ഗൈബ് അറിയുന്നവൻ, അവന്റെ ഗൈബിനെ അവൻ ആർക്കും വെളിവാക്കി കൊടുക്കുകയില്ല. ഇല്ലാ മൻ ഇർതളാ മിർ റസൂൽ, അവൻ ഇഷ്ടപ്പെട്ട പ്രവാചകന്മാർക്കല്ലാതെ. അപ്പൊ പ്രവാചകന്മാർക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തതെന്തോ അത് മാത്രം അവൻ അറിയും. അവർക്ക് പോലും ഗൈബ് അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇന്ന് മുസ്ലിം സമൂഹത്തിലെ പല മഹാന്മാരെ കുറിച്ചും ആളുകൾ ധരിച്ചു വെക്കുന്നത് കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കണ്ട് പറഞ്ഞോവർ, കുഫി അകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ. ആരാ ഇവരൊക്കെ? എന്താ ഇവരെ യോഗ്യത? റസൂലുള്ളാഹിന്റെ പേരക്കിടാങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയെ കുറിച്ചാണ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറഞ്ഞതല്ല, അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ശിഷ്യന്മാര് പറഞ്ഞതല്ല. വെറും 400 കൊല്ലം മുമ്പ് രചിക്കപ്പെട്ട മുഹിയുദ്ദീൻ മാല എന്ന ശുദ്രകൃതിയിൽ കാളി മുഹമ്മദ് എന്ന പടു ഖുറാഫി എഴുതി വെച്ചിട്ടുള്ളതാണ്. കണ്ണ് കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കണ്ടു പറഞ്ഞോവർ. മുഹിയുദ്ദീൻ മാലയുടെ വാർഷികം ആഘോഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് തലത്തിൽ വരെ ശ്രമങ്ങളുണ്ടായി. എന്നിട്ട് മുഹിയുദ്ദീൻ മാലയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അവാർഡ് കൊടുക്കണം എന്നുള്ളർത്ഥം. കാളി മുഹമ്മദിന് മരണശേഷമുള്ള എന്തെങ്കിലും ബഹുമതി കൊടുക്കണം എന്നാ ചില ആളുകൾ ചന്ദ്രികയിലൊക്കെ എഴുതിയത്. പൂവിട്ട് പൂജിച്ചോളിയും ഈ ജാതി പടു ഖുറാഫികളെ. 400 കൊല്ലാണ് അതിന്റെ പ്രായം. ഏറ്റവും ആദ്യം ഉണ്ടായ മാല മുഹിയുദ്ദീൻ മാല എന്നാ പറഞ്ഞത്. അപ്പൊ പിന്നുള്ള എല്ലാ മാലയും ഉണ്ടായതാ. ഇഫായി മാലയായാലും മഞ്ഞക്കുളം മാലയായാലും നഫീസത്ത് മാലയായാലും ഏത് മാല എടുത്തു നോക്കിയാലൊക്കെ അതിന് ശേഷം ഖൗമിന്റെ വിചാരതൊക്കെ വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിന്റെ കാലം മുതൽക്കുള്ളതാണെന്ന് പിൽക്കാലത്ത് ഓരോരുത്തർ എഴുതി കൂട്ടുന്നതാണ്. പരിശുദ്ധ ഖുർആന് ഘടകവിരുദ്ധമായ ആശയമാണത്. അവർക്ക് ആർക്കും തന്നെ മനസ്സിലുള്ളത് അറിയാൻ കഴിയില്ല. ഈ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അത്യുത്തമനും അഷ്റഫുൽ ബശർ, ലോകത്ത് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും മഹാനുമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന് പോലും സ്വന്തം ഭാര്യയുടെ മനസ്സിലുള്ളത് വായിക്കാൻ സാധിച്ചിട്ടില്ല. സ്വന്തം ഭാര്യയെ കുറിച്ച് സഫ്വാൻ എന്ന സഹാബിയുമായ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന് മുനാഫിക്കുകൾ പ്രചണ്ഡമായ പ്രചരണം നടത്തി. മുസ്ലിമീങ്ങൾ അത് ഏറ്റുപറഞ്ഞു. കട്ടിലിൽ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ഭാര്യയോട് റസൂൽ പറയുന്ന എന്താണ്? ആയിഷ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണം. നബിയെ, ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുകയില്ല, ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്യും. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അള്ളാഹു തന്നെ എന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തണം. അള്ളാഹുവിന്റെ റസൂലിന് വഹ്യ് വന്നു, ഇന്നല്ലദീന ജാഉ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും, ഈ കള്ളാരോപണം കൊണ്ടുവന്ന നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗമാണ്. ആയിഷ സന്തോഷിച്ചു കൊള്ളുക, നിന്റെ നിരപരാധിത്വം അള്ളാഹു വെളിപ്പെടുത്തിയിരിക്കുന്നു.
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ റസൂലുള്ളാഹിക്ക് അറിയാൻ സാധിച്ചില്ല. ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. മുസ്ലിം സമൂഹത്തിൽ ആകപ്പാട് അങ്കലാപ്പ്. റസൂലിന്റെ ഭാര്യ ഒരു അന്യപുരുഷനുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു വന്ന് ചെയ്തിട്ടില്ലെന്ന് പറയാൻ അള്ളാഹുവിന്റെ ആയത്തിറങ്ങുന്നത് വരെ അഷ്റഫുൽ ബശറായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചില്ല. എത്ര ഔലിയാക്കന്മാരുണ്ട്. ഇന്നത്തെ ഔലിയാക്കന്മാരെക്കാളൊക്കെ എത്രയോ 1000 ദറജയുള്ള സ്വഹാബികളല്ലേ അവിടെ ഉള്ളത്. അവർക്ക് ആർക്കെങ്കിലും പറയാൻ സാധിച്ചോ ആയിഷാ റളിയല്ലാഹു അൻഹ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്? അവരെ സ്വഭാവം വെച്ചിട്ട് അവരങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് തലാക്കല്ലിട്ട് വേറെ പെണ്ണെട്ടിക്കാളി നബിയെ എന്തിനാ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കണെന്നാ. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് ആയിഷാ റളിയല്ലാഹു അൻഹയ്ക്ക് അവസാനം വരെ നീരസമുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇങ്ങനെ അതിമാനുഷന്മാരായ അമ്പിയാക്കളെ പോലും കടത്തിവെട്ടുന്ന വിലായത്തും കറാമത്തും ഉള്ളവർ പിൽക്കാലത്ത് പ്രത്യക്ഷപ്പെട്ടു എന്ന് ഖൗമ് വിശ്വസിക്കുന്നു. അത്തരം കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ പോകുന്നു. എന്നിട്ട് അവിടെ പോയിട്ട് രോഗശമനം കിട്ടും, അവിടെ പോയാൽ കാണാത്ത വസ്തുക്കൾ കണ്ടുകിട്ടും, അവിടെ പോയാൽ നമുക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയും എന്ന് ആളുകൾ വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാ അന്ധവിശ്വാസങ്ങളുടെയും നാരായ വേര് സ്ഥിതി ചെയ്യുന്നത് ഗൈബിലുള്ള വിശ്വാസത്തിലാണ്. അതിൽ തെറ്റിപ്പോയി ആളുകൾ. അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യം ഇവർക്കൊക്കെ അറിയും, കൂടോത്രക്കാർക്കറിയും, മാന്ത്രിക ചികിത്സക്കാർക്കറിയും. അവർ കബഡി നിരത്തി മഷിയിട്ട് നോക്കി കളം വരച്ച് പറഞ്ഞാൽ അത് സത്യമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അവിടെ മുസ്ലിം എന്നോ അമുസ്ലിം എന്നൊന്നും ആളുകൾക്ക് ഭേദമല്ല. മുസ്ലിങ്ങൾ അമുസ്ലിം സിദ്ധന്റെ അടുക്കൽ പോകുന്നു, അമുസ്ലിങ്ങൾ മുസ്ലിം സിദ്ധന്റെ അടുക്കൽ വരുന്നു, മുസ്ലിം സിദ്ധൻ അമുസ്ലിം സിദ്ധനിലേക്ക് റെഫർ ചെയ്യുന്നു, അവൻ ഇങ്ങോട്ട് റെഫർ ചെയ്യുന്നു. രണ്ടോട്ടും പൂജിക്കണം ഒരേ ശൈത്താനെ തന്നെയാണ്, ഒരേ പിശാചിനെ തന്നെ രണ്ടോട്ടും പൂജിക്കണത്. എന്നിട്ട് പറയലുണ്ടോ, ഞാൻ പറയുന്നത് ജ്യോതിഷ ശാസ്ത്രം അനുസരിച്ചാണ്, മറ്റോ പറയും ഞാൻ ഇൽമുൻ നുജൂം അനുസരിച്ചാണ്, ഇൽമുൽ ഫലക്. ഈ രണ്ടും ഒന്ന് തന്നെയാ. ഒന്ന് അറബി പറഞ്ഞു, ഒന്ന് മലയാളത്തിൽ പറഞ്ഞു എന്നുള്ളൂ. രണ്ടും തട്ടിപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, മൻ ഖതബസ ശുഅബതൻ മിനൻ നുജൂം ഖദ് ഖതബസ ശുഅബതൻ മിനസ് സിഹർ സാദ മാ സാദ. ആരെങ്കിലും ഈ നക്ഷത്ര ശാസ്ത്രത്തിൽ നിന്ന് വല്ലതും സ്വായത്തമാക്കിയാൽ അവൻ ആഭിചാരത്തിൽ നിന്ന് അല്പം സ്വായത്തമാക്കി എന്നാണ് അർത്ഥം. എത്ര കണ്ടത് പഠിക്കുന്നോ അത്ര കണ്ട് ആഭിചാരം അവൻ വർദ്ധിപ്പിക്കുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ ഇൽമുൻ നുജൂം എന്ന് അറബി പേരിട്ടാൽ അതും ജ്യോതിഷം തന്നെ. എന്താ ജ്യോതിഷികളുടെ വിശ്വാസം? ഈ പ്രപഞ്ചത്തിലുള്ള ചില ഗോളങ്ങൾ, ആകാശഗോളങ്ങൾ, അവയുടെ ചലനങ്ങൾക്ക് മനുഷ്യ ജീവിതവുമായി ബന്ധമുണ്ട്. ഇന്നും ചില ആളുകളൊക്കെ കുട്ടികൾക്ക് നാള് നോക്കിക്കും. മെല്ലെ പണിക്കരടുത്ത് പോയിട്ട്, ഇപ്പൊ പണിക്കരടുത്തൊന്നും വേണ്ട, സോഫ്റ്റ്വെയർ ഉണ്ട് ഇപ്പോ, കമ്പ്യൂട്ടർ ജാതകം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതിൽ നിങ്ങള് പെരിന്തൽമണ്ണയിൽ ഇന്ന സ്ഥലത്ത് ഇത്രാന്തി ഇത്ര മിനിറ്റിൽ പ്രസവിച്ചു എന്നതിലാണ് ഫീഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ വീട് വരും, നിങ്ങളുടെ ഡാറ്റ ഒന്നായിട്ട്. കമ്പ്യൂട്ടർ ജാതകം എന്ന് പറയും, ആർക്കും മനസ്സിലാക്കാം. ഇതൊക്കെ വിശ്വസിക്കാൻ കൊള്ളൂ. പക്ഷെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. പൂരാടാണ്, നാള് നല്ല നാളാണ്, അങ്ങനെ വിശ്വസിക്കുന്ന. ഉത്രാടത്തിലാ ജനിച്ചത്, കാര്യം എന്തായാലും നാളിലും ഉണ്ട് കേട്ടോ ഒരു സ്വാധീനം എന്ന് വിശ്വസിക്കുന്ന ആളുകള്, പണിക്കരെ കൊണ്ട് അറിയാതെ നാള് നോക്കിക്കുന്ന ആളുകള്. അപ്പൊ അവരെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഈ ജ്യോതിഷ വിശ്വാസം, ഹൈന്ദവന്മാരുടെ വിശ്വാസം നിലനിൽക്കുകയാണ്. വാസ്തവത്തിൽ അതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. അതെല്ലാം തട്ടിപ്പാണ്. ഇപ്പൊ നമ്മളാളുകള് എന്തെങ്കിലുമൊക്കെ ആപത്തുകൾ വന്നാലേ, മോന് വീണ് കൈയൊടിഞ്ഞ് ആശുപത്രി കൊണ്ടുപോയി മാവിട്ട് കൊണ്ടുവന്ന് കറുത്തുമ്പോഴത്തിന് ഭാര്യ കിണറ്റിൽ വീണ്, ഓളെടുത്തുകാണ്ട് കൊണ്ടുവന്ന് ആശുപത്രിയിലാക്കുമ്പോഴത്തിന് ഉമ്മ വീണ്, വല്ലാത്തൊരു ഏകർശനി എന്നറിയും. എന്താ ഏകർശനി? ഏഴരശനി എന്നാ പറയണത്. ശനി ഗ്രഹം പാപഗ്രഹമാണ്. ശനി ഗ്രഹം പ്രത്യേക രാശികളിലൂടെ സഞ്ചരിച്ചാൽ മനുഷ്യന് ദോഷം വരുത്തുമെന്ന ഹൈന്ദവ വിശ്വാസമുണ്ട്. അവര് പറയുന്നതാ ഏഴരശനിയും കണ്ടകശനിയും ഒക്കെ. നമ്മളെ മാപ്പിള കുട്ടികളെ എന്താക്കി? ഏകർശനി എന്നാക്കി. സംഗതി ഒന്നെ കണ്ടോ? അപ്പൊ ശനിദോഷത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു, ചൊവ്വാദോഷത്തിൽ വിശ്വസിക്കുന്നു, കൈനീട്ടത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ എന്തെല്ലാം വിഷയങ്ങൾ പറയേണ്ടല്ലോ. ഞാൻ പറഞ്ഞു വന്നത് അതെല്ലാം വാസ്തവത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഗൈബിലുള്ള വിശ്വാസവുമായിട്ടാണ്. അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യങ്ങൾ ജ്യോതിഷികൾക്കറിയും, തങ്ങൾക്കറിയും, ബീവിക്കറിയും, ജിന്നുകൂടിയ ബീവിക്കറിയും എന്നൊക്കെ വിഷയം എല്ലാം പിശാചിന്റെ കളികളാ. പിശാചിന് ചില കാര്യങ്ങളൊക്കെ അറിയിച്ചു കൊടുക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയോട് ചോദിച്ചു ജനങ്ങൾ. ആയിഷ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ, നബിയെ എന്താണ് ഈ കാഹിനികളുടെ സ്ഥിതി,
ജ്യോത്സ്യന്മാരുടെ അവസ്ഥ എന്താണ്? നബി പറഞ്ഞു ലൈസു ബിശൈഇൻ, അവരൊന്നുമല്ല. അപ്പോൾ ആളുകൾ ചോദിച്ചു ഫഇന്നഹും യുഹദ്ദിസൂന അഹ്യാനൻ അശ്ശൈ ഫയകൂനു ഹഖ, അവർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഭാവി കാര്യങ്ങളൊക്കെ ഒത്തുവരുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അത് തിൽകൽ കലിമത്തു മിനൽ ജിന്നി യഖ്തിഫുൽ ജിന്നി, അത് ജിന്ന് തട്ടിയെടുക്കുന്ന വാക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാവിയിൽ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങൾ മലക്കുകളിലൂടെയാണ് നടപ്പിലാക്കുക. മലക്കുകൾക്ക് ആ വിവരം കിട്ടും, മലക്കുകൾ പരസ്പരം സംസാരിക്കും. ഒരു മലക്ക് മറ്റേ മലക്കിനോട് അന്നെന്താ ഏൽപ്പിച്ചത്? എന്നെങ്ങനെ ആനമങ്ങാട്ടുകാരൻ അബൂബക്കറിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാക്കണം എന്നാ പറഞ്ഞ്. അന്നെന്താ ഏൽപ്പിച്ചത്? ഇന്നെങ്ങനെ കാപ്പിലുള്ള മറ്റോന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാക്കണം എന്നാ. അന്നെന്താ ഏൽപ്പിച്ചത്? ഇന്നെ മറിയക്കുട്ടിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാക്കണം എന്നാ. ഇങ്ങനെ ഓരോ മലക്കുകൾ തമ്മിൽ ഇങ്ങനെ പറയുമ്പോ ആകാശത്തിന് കീഴെ പറന്നു നടക്കുന്ന ജിന്നത് കട്ടുകേൾക്കും. എന്നിട്ട് അതിൽപ്പെട്ട വല്ലവരുമായി ബന്ധപ്പെട്ട ഇവനെ പൂജിക്കുന്ന ഏതെങ്കിലും ജ്യോത്സ്യൻ അത് കുറുകി കൊടുക്കും. നബിയാ ഇത് പറയുന്നത്, ഞാൻ പറയല്ലോ. കോഴിക്ക് കുറുകി കൊടുക്കുന്നത് പോലെ കുറുകി കൊടുക്കും. ആരെങ്കിലും വല്ലതും അറിയാൻ ചെന്നാല് എന്ത് ചെയ്യും? അയാളിങ്ങനെ കയറിയിട്ട് അയാളെ പൂജാമുറി കയറിയിട്ട് കൊടവണിൽ നിന്ന് ഇങ്ങനെ അടിക്കും. എന്നിട്ട് ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ ചെവി കൊടുക്കുന്നതാണ്. ആരോ പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ടാണ് അങ്ങ് പറയും. എന്നിട്ടോ 100 കളവ് അതിനോട് ചേർത്തും. അപ്പൊ മൂപ്പര് 101 പറഞ്ഞാൽ ഒന്ന് ശരിയുണ്ടാവും, 100 കളവായിരിക്കും. പക്ഷെ കളവ് ജനങ്ങളുടെ പ്രചാരം നേടൂല. ഏതെങ്കിലും ഒന്ന് സത്യായാൽ അതിങ്ങനെ പറഞ്ഞു നടക്കും. കണ്ടോ, ഇത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. അപ്പൊ അവിടെ മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ വ്യത്യാസമല്ല. മൻ അതാ കാഹിനൻ, ആരെങ്കിലും ഒരു ജ്യോത്സ്യനെ സമീപിച്ചാൽ ഫസദ്ദഖഹു ഫസഅലഹു അൻ ശൈഇൻ, എന്നിട്ട് വല്ലതും അവനോട് ചോദിച്ചാൽ ലൻ തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 യൗമാ, 40 ദിവസത്തെ ഒരൊറ്റ നിസ്കാരവും എന്റെ സ്വീകരിക്കൂല. എനിക്ക് വിശ്വാസമൊന്നുമില്ല, എന്നാലും അറിയാൻ വേണ്ടി പോയതാണ്. കുറെ കഴിഞ്ഞാൽ പറയും, ആദ്യം എനിക്ക് വിശ്വാസമൊന്നും ഉണ്ടായില്ലട്ടോ, പിന്നെ അയാൾ പറഞ്ഞത് ഒത്തു വന്നപ്പോ എനിക്ക് വിശ്വാസമായി. ഇങ്ങനെ പേച്ചു പോല്, അതുകൊണ്ടാ പോകരുത് എന്ന് പറഞ്ഞ്. പിശാച് പൂജകന്മാരാണ്, പിശാചിന്റെ സേവയുള്ളവരാ. പിശാചിന്റെ സേവ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? നിസ്കരിച്ച് നോമ്പോറ്റ് നടന്നവർക്ക് പിശാചിന്റെ സേവ കിട്ടുമോ? ഇല്ല. ഏറ്റവും വലിയ തമ്മാടിത്തങ്ങൾ, ഏറ്റവും വൃത്തികെട്ട ഈ ദീനിനെ അവമതിക്കുന്ന പ്രവർത്തനങ്ങൾ, ഹറാമുകൾ ചെയ്യണം, കുഫറുകൾ ചെയ്യണം. അത് തങ്ങളായാലും ബീവിയായാലും ഒക്കെ ചെയ്യും. എല്ലാ സിദ്ധ കേന്ദ്രങ്ങളോടനുബന്ധിച്ചും പെൺമാഫിയ ഉണ്ടാവും. അതുപോലെ തന്നെ മയക്കുമരുന്ന് മാഫിയ ഉണ്ടാവും. അങ്ങനത്തെ ചില ഗ്രൂപ്പുകളാണ് ഇവരൊക്കെ സംരക്ഷിക്കുന്നത്. കാരണം അങ്ങനെയൊക്കെ ചെയ്താലേ ശൈത്താന്റെ സേവ കിട്ടുള്ളൂ. അതുകൊണ്ട് അവരെടുത്ത് പോകരുത്. പോയാൽ തന്നെ 40 നിസ്കാരം സ്വീകരിക്കൂല. ഇനി അവൻ പറയുന്നത് വിശ്വസിച്ചാലോ? ആരെങ്കിലും ഒരു ജ്യോത്സ്യനെ സമീപിച്ച് അയാൾ പറയുന്നത് വിശ്വസിച്ചു, തങ്ങളായാലും ബീബിയായാലും ആരാട്ടെ. അല്ലെങ്കിൽ തന്റെ ഭാര്യ ആർത്തവകാരിയായിരിക്കും, അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അല്ലെങ്കിൽ ഒരു സ്ത്രീ തന്റെ ഭാര്യയെ ഗുദമൈഥുനം നടത്തി. എന്നാൽ ഫഖദ് ബരിഅ മിമ്മാ ഉൻസില അലാ മുഹമ്മദ്, മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതിൽ നിന്നും അയാൾ ഒഴിവായി. മറ്റൊരു റിവായത്തിൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്, മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതിൽ അയാൾ അവിശ്വസിച്ചു. കണ്ടോ, 3 കുറ്റങ്ങൾ ഒരുമിച്ച് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ കാഫിറായി പോകുന്ന പ്രവൃത്തിയാണ് ജ്യോത്സ്യന്മാർ പറയുന്നത്, വിശ്വസിക്കുന്നത്. എല്ലാരും ഉപദ്രവിക്കാൻ വേണ്ടി മാത്രമല്ല തങ്ങന്മാരെടുത്ത് പോണേ. ചില പെണ്ണുങ്ങളൊക്കെ തങ്ങളെടുത്ത് പോണ എന്തിനാറിയോ? മോൻ കല്യാണം കഴിച്ചാണ്, അപ്പോ ഉമ്മാനോട് സ്നേഹം കുറയരുത്, അവൻ അവളിലേക്ക് ചാഞ്ഞു പോകരുത്, അതിലൊരു ശീറ്. അതുപോലെ തന്നെ മോളെ കെട്ടിയവന് വേറെ പെണ്ണെട്ടാൻ ഒരു ആലോചന ഉണ്ട് എന്ന് കേട്ടു. അപ്പൊ അതുകൊണ്ട് ഓൻ അതിന് തടയണം, ഇവളോട് സ്നേഹം കൂടണം, അതിനു വേണ്ടി ഒരു ശീറ്. കണ്ടോ, ഇങ്ങനെയൊക്കെ പലതിനു വേണ്ടിയും ആളുകൾ കൂടോത്രക്കാരെ സമീപിക്കുന്നുണ്ട്, അസ്മാവിന്റെ പണിക്കാരെ സമീപിക്കുന്നുണ്ട്. അങ്ങനെ സമീപിച്ച് അവര് പറയുന്നത് വിശ്വസിച്ച് ചെന്നാപ്പ ചോദിക്കും, എവിടെ എന്താ പേര്? പാന്റെ പേര്, ഉമ്മാന്റെ പേര്. കോഴിമുട്ട കൊടുന്നോ, മറ്റേ കൊടുന്നോ? എന്നിട്ട് ലിസ്റ്റ് കൊടുക്കും, ഇത്ര കോഴിമുട്ട, ഇത്ര ഇളനീര്, അത് അവിടെ കുഴിച്ചിടണം, ഇവിടെ കുഴിച്ചിടണം, ആ തകിട് അവിടെ ബാങ്കൊടുത്ത് കുഴിച്ചിടണം, ഇവിടെ ഇക്കാമത്തെടുത്ത് കുഴിച്ചിടണം. ഇതൊക്കെ അങ്ങോട്ട് ചെയ്യാ നമ്മൾ ആളുകള്, അതിലൊക്കെ വിശ്വസിക്കുകയാണ്. ഈ തരത്തിലുള്ള പൈശാചിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്നവരുടെയൊക്കെ ഈമാൻ നശിച്ചു പോയിരിക്കുന്നു. അവർക്ക് യഥാർത്ഥ ഈമാൻ ഇല്ല എന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരിക്കലും തന്നെ മുസ്ലിമീങ്ങളായ നമ്മൾ അത്തരം കേന്ദ്രങ്ങളിൽ പോകാൻ പാടില്ല. ഇതൊക്കെ ആ കേന്ദ്രങ്ങളിലുള്ളവരുടെ കശ്ഫാണ്. കശ്ഫ് പറഞ്ഞ വെളിപാട് അല്ലെങ്കിൽ ഇൽഹാം,
അള്ളാഹ് അവർക്ക് ഇങ്ങനെ തോന്നിപ്പിച്ചു കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ കറാമത്ത്, അള്ളാഹു അവരെ ബഹുമാനിച്ച് പ്രത്യക്ഷപ്പെടുത്താണ്. ഇതൊക്കെ ആ ഖൗമിന്റെ വിശ്വാസം. കശ്ഫുല്ല, കറാമത്തുള്ള, ഇൽഹാമുല്ല എല്ലാ ശൈത്താന്റെ കളികളാണ്. അത്തരം കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ പോകാൻ തന്നെ പാടില്ല. നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. ആത്മീയ ചികിത്സാ കേന്ദ്രങ്ങളെന്നും പറഞ്ഞിട്ടാ പല ആളുകളും പോണത്. രോഗം വരുമ്പോ പിശാച് നമ്മളെ നല്ലോണം ഉപയോഗപ്പെടുത്തും അല്ലേ? ഒരു ഡോക്ടറെ അടുത്ത് പോയി, മറ്റേ ഡോക്ടറെ അടുത്ത് പോയി, 3-4 ഡോക്ടറെ അടുത്ത് പോയിട്ടൊന്നും മാറുന്നില്ല. കാരണം വൈദ്യശാസ്ത്രം പുരോഗമിച്ച് തുമ്പില്ലാതായ മാതിരിയപ്പുള്ളത്. ഇനിയിപ്പോ ഓരോ ബെർലിനും സ്പെഷ്യലിസ്റ്റ് വരേണ്ട സ്ഥിതിയാ. ENT-ന്റെ അടുത്ത് ചെന്ന ഓന് കജിനെയും കാലിനെയും പറ്റി ഒന്നും തിരിയാത്ത സ്ഥിതിയാ. എല്ലിന്റെ ഡോക്ടറെ അടുത്ത് ചെന്ന ഓന് ഹാർട്ടിനെ പറ്റി തിരിയൂല. കാരണം ഓരോ വിജ്ഞാന ശാഖയും വിപുലീകരിച്ച് ഇങ്ങനെ പോവാണ്. സ്വാഭാവികമായും ചിലപ്പോൾ രോഗം കണ്ടെത്താൻ 3-4 ഡോക്ടറെ സമീപിക്കേണ്ടി വരും. പല ടെസ്റ്റുകളും നടത്തേണ്ടി വരും. 10 ഡോക്ടർക്ക് കാണാൻ പറ്റാത്ത 11ാമത്തെ ഡോക്ടർ കണ്ടെന്ന് വരും. അങ്ങനെയൊക്കെ ഏതറ്റം വരെ നമ്മൾ പോകണം, ചികിത്സിക്കണം. തദാവൂ, നിങ്ങൾ ചികിത്സിക്കൂ. ഒരു രോഗം അല്ലാഹു ഇറക്കിയിട്ടുണ്ടോ, അതിനൊരു മരുന്നും അല്ലാഹു ഇറക്കിയിട്ടുണ്ട്, ഒരു ഔഷധം ഇറക്കിയിട്ടുണ്ട്. അതിന് മരുന്നില്ല, അതിന് മരുന്നില്ല നിങ്ങൾ പറയണ്ട. നിങ്ങൾ കണ്ടെത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മരുന്നുണ്ട് എന്ന് റസൂലാ പറയണേ. എല്ലാറ്റും മരുന്നുണ്ട്. ജഹിലഹു അലിമഹു മൻ അലിമഹു ജഹിലഹു മൻ ജഹിലഹു. അറിഞ്ഞവൻ അറിഞ്ഞു, അറിയാത്തവൻ അറിയാതെ പോയി എന്നാ ഹദീസിന്റെ ബാക്കി. അപ്പൊ നമ്മൾ അറിയാത്ത കുറെ ചികിത്സകൾ ഉണ്ടാകും. അതുകൊണ്ട് രോഗം വന്നാൽ ചികിത്സിക്കണം, മരുന്ന് ഉപയോഗിക്കണം. വലാ തഖ്നാവു ബിൽ ഹറാം, ഹറാം കൊണ്ട് ചികിത്സിക്കരുത്. നിങ്ങൾക്കൊരു ചികിത്സ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഒരു 50 മില്ലി പട്ടച്ചായം രാവിലെ അടിച്ച നിങ്ങളെ അസുഖം മാറും. ആരോടും പറയണ്ട. പറ്റുമോ? പറ്റൂല. വേറെ ചില ആളുകൾ നിങ്ങൾ കൃത്യമായി സംഗീതം കേട്ടാൽ മതി, നിങ്ങളെ മനസ്സിന് സ്വസ്ഥത കിട്ടും. കേൾക്കാൻ പറ്റുമോ? ഹറാം കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല, ഹറാം ചികിത്സിക്കാനുള്ള നിർദ്ദേശിച്ചിട്ടില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അത്തരം ഘട്ടങ്ങളിൽ പിശാചി നമ്മളെ സമീപിക്കും. അവിടെ നിന്ന് പോയോക്ക്, ഇവിടെ നിന്ന് പോയോക്ക്. അപ്പൊ ഇരുകാലി പിശാചുക്കളും വരും. എന്റെ സലഫി മുജാഹിദും പറഞ്ഞാലേ കുട്ടിനെ കറുത്ത കണ്ടോ എന്ന് പറയും. പെണ്ണുങ്ങൾ ഇങ്ങനെ മന്ത്രിക്കും. കാരണം അധികവും മറ്റേന്ന് കെട്ടിക്കൊടുന്നാവും സ്ത്രീധനം വാങ്ങാൻ സൗകര്യത്തിന്. അപ്പൊ ഓളെങ്ങനെ തലയണ മന്ദം, മനുഷ്യ നിങ്ങളെ സലഫിയും മുജാഹിദും പറഞ്ഞാൽ നമ്മളെ കുട്ടിന്റെ കാര്യം കേട്ടോ. ഓളൊരു കരച്ചിലും അതിലിപ്പം വീണ്. നെജ്ജു എന്റെ ആങ്ങളെയും കൊണ്ടേക്ക് ആരും അറിയണ്ട. അങ്ങനെ തലയിൽ മുണ്ടിട്ടിട്ട് മെല്ലെ പോകുക. കണ്ടോ? ഓൻ കെട്ടിയപ്പോ എന്താ പറഞ്ഞേ? ഞാൻ കെട്ടിക്കൊണ്ടൊന്ന് നന്നാക്കല്ലേ. ഇപ്പൊ ആരാ നന്നായത്? മൂപ്പര് നന്നായി, ഓള് നന്നായില്ല. കണ്ടോ? എത്ര ആളുകളുണ്ട് എന്നറിയോ അറിയാതെ ഇത്തരം കേന്ദ്രങ്ങളിൽ പോകുന്നത്. അവർക്ക് എന്താണ് ഇസ്ലാമിന്റെ ചികിത്സ എന്ന് അറിഞ്ഞുകൂടാ. ഇസ്ലാമിന്റെ ചികിത്സ മരുന്നുകൊണ്ടുള്ള ചികിത്സ, അതോടൊപ്പം ആത്മീയ ചികിത്സ ഇല്ലേ? ഉണ്ട്. എന്താ ആത്മീയ ചികിത്സ? എന്നാ പ്രാർത്ഥിക്കുക, അള്ളഹാനോട് പ്രാർത്ഥിക്കുക, ഖുർആൻ ഓതുക, ഓതാൻ വയ്യാത്ത ആൾക്ക് ഓതി കേൾപ്പിക്കുക. അതിന് പ്രത്യേക കേന്ദ്രം ആളൊന്നും വേണ്ട. നമ്മൾ സ്വന്തമായി പഠിച്ചാൽ മതി. പഠിച്ച ഒരാളോട് നമുക്ക് പഠിപ്പിച്ചു തരാൻ പറഞ്ഞാൽ മതി. അതങ്ങനെ ചെയ്തോ. ഏത് ഭൗതിക ചികിത്സയോടൊപ്പവും ഈ ആത്മീയ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ പ്രത്യേക സിദ്ധ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി അവിടെ പോയിട്ട് അവിടുന്ന് കൊടുക്കുന്ന ഏലസും അവിടുന്ന് കൊടുക്കുന്ന ഉറുക്കും അവിടുന്ന് കൊടുക്കുന്ന പൊടിയും അവിടുന്ന് കൊടുക്കുന്ന തകിടൊക്കെ കൊണ്ടാ ജീവിക്കുന്നത്. പല ആളുകളും ജീവിക്കുന്ന ഈ കണ്ടൻസർ അരയിലുണ്ടാവും. ഇപ്പൊ ആരും ഇങ്ങനെ പൊതുവായിട്ട് കുളിക്കാനൊന്നും പോകാത്തതുകൊണ്ട് ആർക്കും അറിയില്ല. കണ്ടൻസറിനെ ജീവിക്കുന്ന പല ആളുകളും ഉള്ളിൽ ആ വിശ്വാസമുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ വളരെയേറെ ഭയപ്പെടണം. ശിർക്കിലേക്ക് എത്തിപ്പെടുന്ന കാര്യങ്ങളായതൊക്കെ. ഏലസ്, ഉറുക്ക്, ഐക്കല്ല് പോലത്തതൊക്കെ ഉണ്ടല്ലോ, ശിർക്കിൻ്റെതാണ്. അതൊരിക്കലും തന്നെ ഒരു മുസ്ലിമിന് പറ്റിയതല്ല. അതുകൊണ്ട് നമ്മൾ ചികിത്സിക്കണം. രോഗം വന്നാൽ പിശാച് നമ്മളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കും. അതുവരെ തൗഹീദിൽ ജീവിച്ചാല് അവസാനം ഒരു കുട്ടിക്ക് ചെറിയൊരു മാനസിക വിഭ്രാന്തി വരുമ്പോഴേക്ക് അതുവരെയുള്ള തൗഹീദ് മുഴുവൻ നഷ്ടപ്പെടുത്തി ശിർക്കിലായി മരിച്ചു പോകുന്നു. അയാൾ 50 കൊല്ലം തൗഹീദിൽ ജീവിച്ചത് വെള്ളത്തിലായി. എനിക്കറിയാം, പല ആളുകളെയും അറിയാം. മാനസിക രോഗങ്ങൾ വരുമ്പോ നേരെ പോകും അങ്ങോട്ട്. കാരണം എന്താ? ആളുകൾ പിന്നാലെ കൂടും. ഇങ്ങനെ നിന്നാ കുട്ടിക്ക് രോഗം മാറൂലട്ടോ, അവിടെ പോണം ഇവിടെ പോണം. ഒന്നും ചെയ്യണ്ട, ആ തലേൻ്റെ തൊട്ടിലൊന്ന് വെച്ചാൽ മാത്രം മതിയായി. ഒരു സാധനം കൊണ്ടുവന്ന് കൊടുത്തിട്ട് അതെങ്ങനെ ആ തലേൻ്റെ തൊട്ടിൽ വെച്ചാൽ മതിയല്ലോ. വിശ്വാസായില്ലേ? ഇതുപോലെ എത്ര കാര്യങ്ങൾ. അതുമാണ് നമ്മുടെ സമൂഹം ഇന്ന് വഴിതെറ്റിപ്പോകാനുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ഞാൻ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. എനിക്ക് അവസാനമായി പറയാനുള്ളത്, സഹീഹായ ഒരു ഹദീസിൽ
എന്തെങ്കിലും ഒരു ഗൈബിയായ കാര്യം വന്നാൽ അത് വിശ്വസിക്കുന്നതിൽ നമ്മൾ ഒരിക്കലും അമാന്തിച്ച് നിൽക്കാൻ പാടില്ല. സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, സിറാത്ത് പാലത്തെക്കുറിച്ച്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് സഹിയായ ഹദീസിൽ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു സംശയം, സഹാബികൾ സംശയിച്ചിട്ടില്ല. അപ്പൊ അന്ത്യസമയത്തിന് അടയാളങ്ങളെ കുറിച്ച് 1400 കൊല്ലം മുമ്പ് റസൂല് പറഞ്ഞപ്പോ ഒരൊറ്റ സഹാബിക്ക് സംശയം തോന്നിയില്ല. റസൂല് പറഞ്ഞു, കുറെ കാലം കഴിയുമ്പോ ആട്ടിടയന്മാരായ ആളുകൾ പോലും വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിൽ മത്സരിക്കുന്ന കാലം വരും. യതതാവലൂന ഫിൽ ബുൻയാൻ, മഹാകെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥ. അറബികൾക്ക് നിർവഹിക്കാൻ കഴിയോ? വെറും ഈന്തപ്പനയുടെ തടി കൊണ്ട് വെച്ച് കെട്ടി ഈന്തപ്പന മത്തൽ കൊണ്ട് മേഞ്ഞ വീടും പള്ളിയൊക്കെ ഉള്ള മസ്ജിദ് നബവിയിലൊക്കെ മഴ പെയ്താ വെള്ളത്തിൽ സുജൂദ് ചെയ്യണമെന്ന അവസ്ഥയാണ്. അവിടെയുള്ള ആ ദരിദ്രന്മാരായ മനുഷ്യന്മാരോടാ പറയുന്നത്. പക്ഷെ അവരത് അങ്ങനെ തന്നെ വിശ്വസിച്ചു. ദജ്ജാലിന്റെ ഹദീസ് പറയുന്നിടത്ത് കാണാം, മദീനക്കപ്പുറത്തുള്ള മലയിൽ വന്നു നിന്നുകൊണ്ട് ദജ്ജാൽ ആക്രോശിക്കും, ലിമൻ ഹാദൽ ഖസ്റുൽ അബിയൽ, ആരുടേതാണ് ഈ വെളുത്ത കൊട്ടാരമെന്ന്. അന്നത്തെ മസ്ജിദ് നബവി കൊട്ടാരമല്ല, വെറും ഈത്തപ്പന തടി കൊണ്ടുള്ള ഓലമേഞ്ഞ ഒരു ഷെഡ് പോലത്തത്. പക്ഷെ ഇന്ന് പോയി നോക്കൂ നിങ്ങൾ, ഒരു വെളുത്ത മാർബിൾ കൊട്ടാരം തന്നെയാണ് മസ്ജിദ് നബവി. ഇനിയും അതിനേക്കാൾ കൊട്ടാര സമാനമായി പരിഷ്കരിക്കപ്പെട്ടുകൂടുന്നില്ല. പക്ഷേ അത് വിശ്വസിക്കാൻ സഹാബത്തിന് മടിയുണ്ടായില്ല. ആരുടേതാണ് ഈ വൈറ്റ് പാലസ് എന്ന് ചോദിക്കും ദജ്ജാലെന്ന് അന്ന് പറഞ്ഞപ്പോ ഒരൊറ്റ സഹാബിക്കും സംശയമുണ്ടായിട്ടില്ല. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് അവർക്ക് ഉറപ്പാണ്. അവസാന കാലത്തിന് അടയാളം പറഞ്ഞെടുത്ത് യഫീദുൽ മാൽ, പണം ഒഴുകുമെന്ന് പറഞ്ഞു. സദഖ വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ വരുമെന്ന് പറഞ്ഞു. ദരിദ്രന്മാരായിരുന്ന അറബികൾക്ക്, സഹാബികൾക്ക് അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടായില്ല. പെണ്ണുങ്ങൾ വർദ്ധിക്കുമെന്ന് പറഞ്ഞു. 50 പെണ്ണുങ്ങളെ നിയന്ത്രിക്കാൻ ഒരാണേ ഉണ്ടാവൂ, അങ്ങനെ ഒരു ലോകത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു. വിശ്വസിക്കാൻ അവർക്ക് പ്രയാസമുണ്ടായില്ല. കാരണം അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാൾ, സാക്ഷ്യം വഹിക്കുന്നവരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അപ്പടി വിശ്വസിക്കാൻ ബാധ്യസ്ഥനാണ്. അതാണ് ഈ സംബന്ധമായി എനിക്ക് നിങ്ങളോട് അവസാനമായി പറയാനുള്ളത്. പല ഭൗതിക ചിന്തകളും ഭൗതിക വ്യാഖ്യാനങ്ങളും കൊണ്ട് ഹദീസുകളെ കടന്നാക്രമിക്കുന്ന, അല്ലെങ്കിൽ ഹദീസുകളെ നിഷേധിക്കുന്ന ഒരവസ്ഥ. ഒന്നുകിൽ ഹദീസ് തന്നെ നിഷേധിക്കുക, അല്ലെങ്കിൽ ഹദീസിന്റെ പദങ്ങൾ വിശ്വസിക്കും, പക്ഷെ അതിനുള്ളിൽ അടങ്ങിയ ആശയത്തെ വ്യാഖ്യാനിച്ച് തുമ്പില്ലാതാക്കുക. അങ്ങനത്തെ പല ഹദീസ് നിഷേധ പ്രവണതകളും നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഗൈബിയായ വിശ്വാസം സ്ഥാപിക്കാൻ ആഹാദായ ഹദീസുകൾ പോരാ, മുത്തവാത്തിർ തന്നെ വേണമെന്ന മറ്റൊരു പുത്തൻ വാദവും അശ്അരിയാക്കളുടെ വാദവും നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ട്. അതിനെതിരിലെല്ലാം സലഫികൾ മുമ്പേ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ അത് സംബന്ധമായ ലേഖനങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ വായിക്കണമെന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എന്റെ വാക്കുകൾക്ക് അവസാനിപ്പിക്കുന്നു. സമയം അധികമായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ചുകൊള്ളൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അറിവില്ല നമ്മളിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപെടുത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ വസല്ലല്ലാഹു അലാ നബിയിന അൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബതി അജ്മഈൻ വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. മതവിജ്ഞാന രംഗത്ത് കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള മാസിക അൽ മനാർ മാസിക.